വിപണിയിലെ വിശ്വാസം ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ക്യാപിറ്റൽ. നമസ്കാരം. സൺഡേ വൈബ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്നേഹിതരെ, ബിസിനസ് മേഖലയിൽ നമ്മൾ നിലനിൽക്കുന്നുവെങ്കിൽ നമ്മളൊരു സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. ബിസിനസ്സിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പണമല്ല, മറിച്ച് വിശ്വാസമാണ്. നമുക്ക് പലപ്പോഴും പണമുണ്ടാക്കാൻ സാധിക്കും, മാർക്കറ്റിൽ വില കുറച്ച് വിൽക്കാനുമാകും, പരസ്യം കൂടുതൽ കൊടുക്കാനാകും. പക്ഷേ ഒരു ഉപഭോക്താവിൻ്റെ മനസ്സിൽ വിശ്വാസമുണ്ടാകുന്നത് കുറേ സമയം കൊണ്ടാണ്. അങ്ങനെയുള്ള കരുത്തുറ്റ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നവരാണ് ഈ ലോകത്ത് വിജയിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ബിസിനസ് ലോകത്ത് വിശ്വാസം എന്നത് ഒരു ഇൻവിസിബിൾ കറൻസിയാണ്. അഥവാ നമുക്ക് കണക്ക് കൂട്ടാനാവാത്തതാണെങ്കിലും വിശ്വാസം എന്നത് അതിവേഗത്തിൽ വളരുന്ന ഒരു നിക്ഷേപമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ട്രസ്റ്റ് ഈസ് ബിൽറ്റ് ഇൻ ഡ്രോപ്സ് ആൻഡ് ലോസ്റ്റ് ഇൻ ബക്കറ്റ്സ്. വിശ്വാസം എന്നത് തുള്ളികളായാണ് രൂപപ്പെടുന്നത്, എന്നാൽ നഷ്ടം എന്നതോ കണക്കാക്കാൻ പറ്റാത്തതുമാണ്. അതായത് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ മെല്ലെ മെല്ലെയാണ് കഴിയുന്നത്, പക്ഷേ നഷ്ടപ്പെടുന്നത് ഒരു മുഹൂർത്തത്തിൽ മുഴുവനാകാം. ശരിയല്ലേ? നോക്കൂ, നിങ്ങളൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ വിശ്വാസം നേടാൻ പല നല്ല പ്രവൃത്തികളും ആവർത്തിച്ച് ചെയ്യേണ്ടി വരും. അതെല്ലാം ഒരു തുള്ളികളായി വന്നു ചേർന്ന് വലിയ വിശ്വാസമാകുന്നു. പക്ഷേ നമ്മുടെ ഒരൊറ്റ പിശക് അല്ലെങ്കിൽ ഒരു തെറ്റായ തീരുമാനമോ വഞ്ചനയോ ഉണ്ടായാൽ മുഴുവൻ വിശ്വാസവും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ്സുകാരൻ ഒരു കസ്റ്റമറെ പലവട്ടം സഹായിച്ച് വിശ്വാസം നേടുന്നു. പക്ഷേ ഒരിക്കൽ അവൻ ചതിക്കപ്പെട്ടാൽ ആ വിശ്വാസം മുഴുവൻ കെട്ടുപോകും. അതായത് വിശ്വാസമുണ്ടാക്കിയെടുക്കാൻ സമയം വേണ്ടി വരും. അത് നഷ്ടപ്പെടാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരൊറ്റ പിശക് മാത്രം മതിയാകും. അതുകൊണ്ടാണ് വിശ്വാസം ഏറ്റവും വിലയേറിയതും ശ്രദ്ധാപൂർവമായി സംരക്ഷിക്കേണ്ടതുമാണ് എന്ന് ഞാൻ പറയാൻ കാരണം. അതുപോലെ തന്നെ ഒരു ഉപഭോക്താവിൻ്റെ ചെറിയ തൃപ്തി, ഒരു കടക്കാരൻ്റെ നമുക്ക് ഉപകാരമായ ചെറിയ സഹായം, ഇവയൊക്കെയാണ് ഏതൊരു ബ്രാൻഡിൻ്റെയും ഭാവിയെ നിർണ്ണയിക്കുന്നത് എന്നുകൂടി നാം തിരിച്ചറിയുക. ക്വാളിറ്റി കുറയ്ക്കൽ, ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് ഇല്ലാതാക്കൽ, കസ്റ്റമറെ ഉപേക്ഷിക്കൽ, ഇത് പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യമാണ്. പക്ഷേ മാന്യമായ വിജയത്തിന് ഇത് കനത്ത വില കൊടുക്കേണ്ടി വരുന്ന കാര്യവുമാണ്. ഇൻ ദ ബിസിനസ് വേൾഡ് ദ റിയർ വ്യൂ മിറർ ഈസ് ഓൾവേസ് ക്ലിയറർ ദാൻ ദ വിൻഷീൽഡ് എന്നാണ് വാറൻ ബഫറ്റ് അഭിപ്രായപ്പെടുന്നത്. ബിസിനസ് ലോകത്ത് പിന്നോട്ട് നോക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായി കാണാം, പക്ഷേ മുന്നോട്ട് പോകുന്ന വഴി എപ്പോഴും ഒരു മങ്ങലായിരിക്കും. നമ്മൾക്കുള്ള ദീർഘവീക്ഷണം എപ്പോഴും ആശയക്കുഴപ്പവും അനിശ്ചിതത്വമുള്ളതായിരിക്കും. പക്ഷേ നമ്മൾ നടത്തിയിട്ടുള്ള കഴിഞ്ഞ തീരുമാനങ്ങൾ, അതിൻ്റെ പിഴവുകൾ, അനുഭവങ്ങൾ എല്ലാം തന്നെ പിന്നോട്ട് നോക്കുന്ന കണ്ണാടിയിൽ, ആ റിവർ വ്യൂ മിറർ വ്യക്തമായി കാണാൻ സാധിക്കും. അതായത് ഓരോ പാഠങ്ങളും കഴിഞ്ഞു കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഭാവിയെ അനായാസം കണക്ക് കൂട്ടാൻ കഴിയില്ല എന്നർത്ഥം. വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെയും വളരാനാവില്ല. പറ്റിയ പിഴവ് തിരിച്ചറിയുമ്പോഴേക്കും ഇറ്റ് ഈസ് ടു മച്ച് ലേറ്റ്. അത് ഒരുപാട് വൈകിയിരിക്കും. ഡിയർ ഫ്രണ്ട്സ്, നല്ല പണത്തിന് മുന്നിൽ നല്ല പേരുണ്ടാകണം, മാർക്കറ്റിൽ നല്ല വിശ്വാസമുണ്ടാകണം. നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് കേൾക്കുമ്പോൾ ആളുകൾ എന്ത് മനസ്സിലാക്കണം? ഒരു വാഗ്ദാനം നിറവേറ്റുന്ന പേരാണോ, അതോ ഒരു തട്ടിപ്പുകാരനെ പോലെ തോന്നുന്ന പേരാണോ? നമ്മൾ ഒരു കസ്റ്റമറുടെ വിശ്വാസം ഒരിക്കൽ പിടിച്ചു പറ്റിയാൽ ആ ഉപഭോക്താവ് വീണ്ടും തിരികെ വരും. അവൻ മറ്റാളുകളെയും കൊണ്ടുവരും. അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ചിലവുമില്ലാതെ മാർക്കറ്റ് ചെയ്യും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മിഷനായി നമ്മൾ എടുക്കേണ്ടത് താൽക്കാലിക ലാഭം എന്നതല്ല, ദീർഘകാല ബന്ധം ലക്ഷ്യമാക്കുക എന്നതാണ്. ഒരു ഉപഭോക്താവിനെ ഒരു പ്രാവശ്യം വഞ്ചിച്ച് 1000 രൂപ നേടിയെന്ന് ധരിക്കുക, പക്ഷേ അവൻ കാണാതെ പോകുന്നത് 10,000-ങ്ങളാണ് അവൻ നഷ്ടപ്പെടുത്തുന്നതെന്നാണ്. ഇത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ വിജയം എളുപ്പമായിരിക്കും. A brand is no longer what we tell the consumer it is. It is what consumers teach each other it is. നാം ഒരു ഉപഭോക്താവിനോട് പറയുന്നത് കൊണ്ടല്ല ഒരു ബ്രാൻഡ് ആകുന്നത്. ഉപഭോക്താക്കൾ പരസ്പരം പറയുന്നതുകൊണ്ടാണ് ഇന്ന് ബ്രാൻഡിൻ്റെ പൂർണ്ണരൂപമാകുന്നത്. നമുക്കറിയാം,
മുൻകാലത്ത് ഒരു കമ്പനിയുടെ പരസ്യമാണ് അവരുടെ ബ്രാൻഡിൻ്റെ മുഖമായിരുന്നത്. നാം തന്നെ പറയും, ഇതാണ് നല്ലത്, ഇത് വിശ്വസിക്കാവുന്നതാണ്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കസ്റ്റമേഴ്സ് ആർ കിങ്സ്, ഉപഭോക്താവാണ് രാജാവ് എന്നതാണ് മാർക്കറ്റിലെ അവസ്ഥ. ഇന്ന് അവർ വാങ്ങിയതിൻ്റെ അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു, നമ്മുടെ സ്വന്തം വെബ്സൈറ്റിൽ കയറി കമൻറ്റ് രേഖപ്പെടുത്തുന്നു. ഇന്ന് മറ്റുള്ളവരും അതിലൂടെയാണ് നിങ്ങളുടെ ബ്രാൻഡിനെ വിലയിരുത്തുന്നത്. നമുക്ക് പറയാൻ ഇഷ്ടപ്പെട്ടത് ഒന്നായിരിക്കാം, പക്ഷേ ഉപഭോക്താവിന് അനുഭവപ്പെടുന്നത് തന്നെയാണ് വിപണിയുടെ യാഥാർത്ഥ്യം എന്ന് നാം തിരിച്ചറിയുക. എന്നാൽ വിശ്വാസം എന്നത് ഒരേ സമയം വ്യക്തിപരമായും സ്ഥാപനപരമായും മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ ബിസിനസ്സിലുള്ള ഓരോ ജീവനക്കാരനും അവൻ്റെ ഓരോ പ്രവർത്തനവും ആ സ്ഥാപനത്തിന് ഒരു തണലായി ഉറപ്പ് നൽകേണ്ടത് വിശ്വാസമാണെന്ന് ജീവനക്കാർ മനസ്സിലാക്കണം. അത് ഉൽപ്പന്നത്തിലായാലും സേവനത്തിലായാലും ഒരു കസ്റ്റമറുടെ പ്രശ്നത്തിന് അവന് വേണ്ട രീതിയിൽ പരിഹാരമുണ്ടാക്കുക. അതുകൊണ്ടാണ് വിശ്വാസം വളരുന്നത് എന്ന് നമ്മുടെ ജീവനക്കാരെ നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഏത് പ്രതിസന്ധിയിലും വിശ്വാസം മാത്രം രക്ഷകനായി മാറുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആഗോളതലത്തിൽ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ പല ബിസിനസ്സുകളും അടച്ചുപൂട്ടപ്പെട്ടു. പക്ഷേ ചിലർക്ക് നിലനിൽക്കാൻ കഴിഞ്ഞു. കാരണം എന്താണെന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ഉപഭോക്താക്കൾ അവരെ ഉപേക്ഷിച്ചില്ല എന്നതാണ്. വിശ്വാസം കൊണ്ടാണ് അവർ പിടിച്ചു നിന്നത്. ട്രസ്റ്റ് ഈസ് ദ ഓൺലി ഇൻഷുറൻസ് ഫോർ ടുമാറോ. നാളെ ഉണ്ടാക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഏറ്റവും വലിയ പ്രതിരോധം വിശ്വാസമാണ്. ഇന്ന് വിശ്വാസം കെട്ടിപ്പടുക്കുന്നവർക്ക് നാളെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. ഒരു ബിസിനസ്സായാലും വ്യക്തിപരമായ ബന്ധമായാലും പണവും റിസോഴ്സും ഇല്ലാതാവാമെങ്കിലും പക്ഷേ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെത്താൻ സാധിക്കും. അതിനാൽ ഇന്ന് വിശ്വാസമുണ്ടാക്കുന്നവർക്ക് നാളെയുടെ അനിശ്ചിതത്വം ഓർത്ത് ഭയപ്പെടേണ്ടി വരില്ല. വിശ്വാസം എന്നത് ഒരു ഇൻഷുറൻസ് പോലെ നമുക്ക് സുരക്ഷ നൽകുന്നു. പണവും പ്രശസ്തിയും നഷ്ടമായാലും ജനമനസ്സുകൾ നിങ്ങളെ വിട്ടേച്ചു പോവില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥാപനത്തിന് സാമ്പത്തികമായി പ്രതിസന്ധി വന്നാൽ പോലും ഉപഭോക്താക്കളും ജീവനക്കാരും നമ്മളിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അവർ അത് താങ്ങി നിർത്തും, സഹായിക്കും. അത് തന്നെയാണ് നാളെ നമ്മൾക്കുള്ള ഏറ്റവും വലിയ സുരക്ഷ. പണം മാത്രമല്ല നമുക്ക് വേണ്ടത്, വിശ്വാസമാണ് ഏറ്റവും ഉറപ്പുള്ള നിക്ഷേപം. അതുപോലെ തന്നെ ബിസിനസ്സിൽ വ്യക്തിപരമായ സാക്ഷ്യങ്ങൾ വേണമെന്നതുപോലെ തന്നെ വ്യക്തതയും സത്യസന്ധതയും അനിവാര്യമാണ്. അതായത് ഒരു കസ്റ്റമർക്ക് ഒരു പ്രശ്നം വന്നാൽ മറവിയില്ലാതെ പ്രതികരിക്കുക, അതിനൊരു പ്രതിവിധി നൽകുക, നടപടിയാവാത്ത കാര്യമാണെങ്കിലും മുഖത്ത് തെളിച്ചം കാണിക്കുക. ഇവയാണ് വിശ്വാസത്തിൻ്റെ തീം പാറ്റേൺ. അതായത് കാര്യം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു. ബിസിനസ്സിലെന്ന് മാത്രമല്ല ജീവിതത്തിലാണെങ്കിലും ഒരു വിശ്വാസം നേടിയാൽ വിജയം ഉറപ്പാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ബിസിനസ്സിന് വിപണിയും സാധ്യതകളും ധാരാളമാണ്. പക്ഷേ അതിൽ നിലനിൽക്കുന്നത് ഒരേ ഒരു ഗുണം കൊണ്ട് മാത്രമാണ്, അതാണ് വിശ്വാസം. നിങ്ങൾക്ക് എത്ര വലിയ ഓഫീസാണുള്ളത് എന്നല്ല, എത്ര വലിയ ഹൃദയത്തോടെ ഉപഭോക്താവിനെ സമീപിക്കാമെന്നാണ് പ്രധാനമെന്ന് തിരിച്ചറിയുക. ട്രസ്റ്റ് ടേക്സ് ഇയേഴ്സ് ടു ബിൽഡ്, സെക്കൻഡ്സ് ടു ബ്രേക്ക് ആൻഡ് ഫോർ എവർ ടു റിപ്പയർ. വിശ്വാസം എന്നത് പണിതെടുക്കാൻ വർഷങ്ങളെടുക്കാം, സെക്കൻഡുകൾ കൊണ്ടത് തകർന്നേക്കാം. അത് വീണ്ടും പുനർനിർമ്മിക്കാൻ ഒരു ജീവിതം മുഴുവൻ വേണ്ടി വന്നേക്കാം എന്ന ആപ്തവാക്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. വിശ്വാസം എന്നത് സ്വർണത്തേക്കാൾ വിലയുള്ളതാണ്. നഷ്ടപ്പെടാതിരിക്കാൻ വലിയ ജാഗ്രത വേണം. അതിനാൽ വിശ്വാസം നഷ്ടപ്പെടാത്ത മാർഗങ്ങൾ തിരഞ്ഞെടുക്കൂ, വ്യക്തതയോടെ പ്രവർത്തിക്കുക, കസ്റ്റമർക്ക് ലളിതമായ ഭാഷയിൽ മറുപടി നൽകുക, വിശ്വാസം അങ്ങനെ നേടിയെടുക്കുക. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് ബിസിനസ്സിലെ നമ്മുടെ നിക്ഷേപം വിശ്വാസമാക്കൂ, വിജയം തനിയെ വന്നു ചേരും. നന്ദി, നമസ്കാരം.